ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നമുക്ക് ഒരു സ്നാക്സ് ആയിട്ടോ അതുപോലെ തന്നെ രാത്രി ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി റെസിപ്പിയൊക്കെ ചെയ്തെടുക്കണമെന്ന് തോന്നുന്നവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് വേണ്ടതെന്നും നോക്കാം. ഇതുപോലൊരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ഈസ്റ്റാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബട്ടറാണ്. അപ്പോൾ ബട്ടർ കുറച്ചത് ഇതുപോലെ മെൽട്ടാക്കി അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ടറിന് പകരം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. മൈദക്ക് പകരം നമുക്കിത് ഗോതമ്പ് പൊടി വെച്ചും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ പാലൊന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. ഇതിൻ്റെ ബാറ്ററിൻ്റെ തിക്നെസ് നോക്കി വേണം കുറച്ചായി ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് കൈവച്ച് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കൈവച്ച് നല്ലോണം കുഴച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പുറത്ത് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലായിടത്തും ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നല്ലോണം ഒന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇതിൽ ഈസ്റ്റൊക്കെ ഒന്ന് ഫെർമെൻറ്റേഷനായി ഇത് ഡബിൾ സൈസായി വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കവർ ചെയ്ത് വെക്കുന്നുള്ളത്. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് ആണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായി ഇത്രയും അളവിൽ ചിക്കൻ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ബോൺലെസ് ചിക്കൻ പീസാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കുറച്ച് പെപ്പർ പൗഡറാണ്. ഇനി കുറച്ച് പാപ്രിക്ക പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതില്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് കാശ്മീർ ചില്ലി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കുറച്ച് ഗാർലിക് പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് സോയാ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇതിലേക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫില്ലിങ്സൊക്കെ ഇതിൽ വെച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഇത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോൺഫ്ലവറും കൂടി ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ആ ഒരു ചിക്കൻ പീസൊക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിപ്പോൾ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ ഇതുപോലെ ചിക്കൻ പീസ് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് ചിക്കൻ തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. അങ്ങനെ ഇതിപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡെല്ലാം നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ പീസാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. അങ്ങനെ ഇതിപ്പോൾ ചിക്കൻ പീസൊക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ ഒരു
ഫില്ലിങ്സ് ഒരു വെറൈറ്റി ടേസ്റ്റുള്ള ഫില്ലിങ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മളൊരു ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി എടുത്താൽ. അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ ഒരു ഫില്ലിങ്സ്. ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിതാ മാവ് തുറന്ന് നോക്കുന്നുണ്ട്. അത് നല്ല ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഈ മാവ് ഉള്ളത്. നല്ല ഇങ്ങനെ എയറൊക്കെ ഇതായി വന്നതാ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. നല്ല കുഴച്ച് ഇതിനെ ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഇതുപോലെ ചെറിയ പോർഷനായി ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ഇതെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ 2 പോർഷനായി ആദ്യം കട്ട് ചെയ്ത് പിന്നെ അതിന് ഒരേ ലെവലിലുള്ള ചെറിയ ചെറിയ പീസാക്കി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരേ അളവിൽ നമുക്ക് കിട്ടും. ഇനി ഇത് ഓരോ ബോൾസും കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു റോളർ വെച്ചതായിട്ട് ചെറിയ രീതിയിൽ അതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മളിങ്ങനെ പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്നില്ലേ, അത്രയും വലിപ്പം വേണ്ട, അതിനേക്കാളും കുറച്ച് ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക റൗണ്ട് ഷേപ്പിൽ. ഇത്രയും മതി. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ള എല്ലാ പീസും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. പരത്തിയതിന് ശേഷം പിന്നെ അത് നടുഭാഗത്തേക്ക് ഒന്ന് മടക്കി കൊടുത്താൽ മതി. നമ്മൾ അടയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു ഷേപ്പില്ലേ, ആ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ പരത്തി അതിനെ ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാനിൽ വെച്ച് വേവിച്ചെടുക്കാനാണുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ പാനിൽ ചൂടാക്കി വെക്കുക. അതിനുശേഷം ഓരോ പീസ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചെടുത്താൽ മതി. അങ്ങനെ ഒരുപാട് സമയമൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഇതും ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല. കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇതുപോലെ നമുക്ക് 2 സൈഡും ഒരുപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെറുതായി പൊങ്ങിയൊക്കെ വരും, ബബിൾസൊക്കെ ആയി ഇങ്ങനെ വരും. ഇത് 1 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ സമയം ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെ നല്ലോണം വെന്ത് വരും. ഇതാ കണ്ടില്ലേ, ഒരു സൈഡ് പായിട്ടുണ്ട്. ഇനി മറ്റേ സൈഡ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരേ അളവിൽ ഒരേ ടൈമിൽ തന്നെ കുറേ പീസ് ഇതുപോലെ ഒന്നിച്ച് വേവിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ എല്ലാം ഇതുപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എല്ലാം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ ഇപ്പോൾ എല്ലാ പീസും ഞാനിതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ നടുഭാഗത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിൽ ഫില്ലിങ്സ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളിങ്ങനെ ചെറുതായി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അത് നമുക്കിങ്ങനെ ഓപ്പണായി കിട്ടും. അപ്പോൾ നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് നമ്മൾ ഇപ്പോൾ കറക്റ്റ് ചെയ്തെടുത്തിട്ടില്ല. നമ്മൾ ചിക്കൻ മാത്രം ഫ്രൈ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്കായി ഞാനിതാ കുറച്ച് ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കവും അതുപോലെ റെഡ് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് ക്യാരറ്റ്, അതുപോലെ കുറച്ച് ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇനി വെജിറ്റബിൾസൊക്കെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിലാണ് ഞാൻ ഫില്ലിങ്സ് തയ്യാറാക്കിയെടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഹോം മെയ്ഡ് മയോണീസാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിന് മയോണീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല പൊടിയായി വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ വലിയ പീസായിട്ട് തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ ആയി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ പീസിലേക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കാം.
ഒരു 2 സ്പൂണോളം ഫില്ലിങ്സ് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ചിക്കൻ പീസൊക്കെ ഉണ്ടാവുക, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ നിങ്ങളിങ്ങനെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസൊക്കെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.